രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരായ ആദ്യ പരാതി കിട്ടിയിട്ട് ദിവസം 9 കഴിയുന്നു. ഔദ്യോഗിക പരാതി കിട്ടും മുമ്പ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്ത പ്രത്യേക കേസാണിത്. എന്നിട്ടും രാഹുൽ ഇപ്പോഴും ഒളിവിലാണെന്നും കണ്ടെത്താൻ കഴിയുന്നില്ലെന്നുമാണ് പോലീസിൻ്റെ അവകാശവാദം. രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്നും എന്തായാലും പിടിക്കുമെന്നുമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത്. രാഹുലിനെതിരെ രേഖാമൂലം പരാതി കിട്ടും മുമ്പ് തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നടക്കം സസ്പെൻഡ് ചെയ്തു. രേഖാമൂലം പരാതി വന്നതോടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇമ്മട്ടിൽ മാതൃകാപരമായി ഏതു പാർട്ടി ചെയ്യും എന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെ ചോദ്യം. എം മുകേഷ് മുതൽ പി ശശി വരെയുള്ളവരുടെ മുൻകാല അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടി CPM-നെ പ്രതിക്കൂട്ടിൽ നിർത്താനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ അല്ലേ എന്നാണ് CPM-ന്റെ മറുചോദ്യം. എന്തായാലും തനി പെണ്ണുപിടിയന്മാരെ അവരവരുടെ പാർട്ടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ ചൊല്ലിയാണിപ്പോൾ ഇരു കൂട്ടരും തമ്മിലുള്ള തർക്കം. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. സ്വാഭാവികമായും വോട്ടെടുപ്പിന് മുമ്പുള്ള ദിവസങ്ങളിലെ പ്രധാന ചർച്ചകളിലൊന്ന് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട നാറുന്ന കഥകൾ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കോൺഗ്രസ് നിലപാടിനും പോലീസ് നിലപാടിനും വോട്ടെടുപ്പുമായി ബന്ധം ഇല്ലെന്നാണ് ഇരു കൂട്ടരും ഒരുപോലെ വാദിക്കുന്നത്. എന്നാൽ വിഷയം അനുകൂലമാക്കി അത് വോട്ടാക്കാൻ പഠിച്ച പണിയെല്ലാം ഇരു പാർട്ടികളും മുന്നണികളും പയറ്റുന്നുമുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഇരിക്കുന്ന സാധാരണ വോട്ടർമാരുടെ മനസ്സിലും ഇതേക്കുറിച്ച് ചില ചിന്തകളും വ്യക്തമായ തീരുമാനങ്ങളും ഒക്കെയുണ്ട്. അത് ഏത് പാർട്ടിക്ക് ഏത് മുന്നണിക്ക് അനുകൂലമാകും? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയം ആർക്ക് വോട്ടാവും?